ഞാൻ പ്രസംഗം പറഞ്ഞു, കടമേരി റഹ്മാൻ അറബി കോളേജിൻ്റെ നയം 72-ൽ അതിൻ്റെ ശിലാസ്ഥാപന സമയത്ത് തന്നെ രൂപീകരിക്കപ്പെട്ട. അതിന് പിന്നെ ഞങ്ങൾക്ക് മാറ്റം പറ്റിയൊന്നുമില്ല. അന്ന് ഇതിൻ്റെ സ്ഥാപനത്തിനെയും തറക്കല്ല് കർമ്മത്തിനെയും ബഹുമാനപ്പെട്ട സെയ്ദ് അബ്ദുറഹ്മാൻ മാഫക്കത്തങ്ങളും മാണക്കാട് പൂക്കത്തങ്ങളും ശംസുലമ കോട്ടുമസ്താർ, ഈ 4 മഹാന്മാരായിരുന്നു അന്ന് സ്ഥാപനത്തിന് തറക്കല്ല് ഉണ്ടായത്. ഇത് തന്നെയാണ് നമ്മുടെ സ്ഥാപനത്തിൻ്റെ നയം. ശംസുലമയും കോട്ടുമസ്താദും നേതൃത്വം നൽകുന്ന ബാഫക്കിത്തങ്ങളും പൂക്കത്തങ്ങളും നേതൃത്വ പ്രസ്ഥാനങ്ങളോട് ലയിച്ച് ചേർന്നുകൊണ്ടുള്ള ഒരു നയമാണ് നാം ഇക്കാലം എപ്പോഴും അനുവർത്തിച്ചത്. ഇത് ബഹുമാനപ്പെട്ട കുഞ്ഞുമസ്ലിയാരുടെ അഭിപ്രായങ്ങൾ വായിച്ചെടുക്കാൻ പ്രാപ്തിയുള്ള ബഹുമാനപ്പെട്ട ഓപ്പസുകാരും അതേ നയം വ്യക്തമായി തുടർന്നു. ഇന്നവരെ അങ്ങനെ തന്നെ. യഥാർത്ഥത്തിൽ ഒരിക്കൽ ഒരു കുട്ടിയുടെ കിതാബിനടിയിൽ ഡിവൈഎഫ്ഐയുടെ മെമ്പർഷിപ്പ് കണ്ടു. കമ്മ്യൂണിസ്റ്റിൻ്റെ യുവജന വിഭാഗത്തിന് മെമ്പർഷിപ്പാണ്. ബാപ്പുദേവി എന്ത് ചെയ്യും ഈ കുട്ടീനെ നമുക്ക് അങ്ങനെ നിർത്താൻ സാധിക്കും? ഞാൻ പറഞ്ഞ അവസ്ഥയുണ്ട്, ഈ കുട്ടി നമ്മളെ നേരെയാക്കൊണ്ടാണ് കോളേജ് ചേർത്ത്. ഈ ഒരു ചിന്താഗതിയുമായി വന്ന കുട്ടിയെ നേരെയാക്കാനുള്ള പണി ഒഴിവാക്കല്ല. അതുകൊണ്ട് ഈ കുട്ടിയെ നേരെയാക്കുന്നവരും ഞാൻ എത്തുന്നു. അങ്ങനെ കോഴ്സ് പൂർത്തിയായപ്പോൾ ഈ കുട്ടി പോകുന്നത് ഇസ്മായിൽ സാഹിബ് സിന്ദാബാദ് എന്ന് പറഞ്ഞോളൂ. അത്രത്തോളം കമ്മ്യൂണിസ്റ്റ് വിരോധമുണ്ടായിത്തീരുകയും മുസ്ലിം നേതാക്കന്മാരോട് താല്പര്യമുള്ള അവസ്ഥ ആ കുട്ടികളുണ്ട്. ഇതൊക്കെ ആയിരുന്നു മഹാനായ ബാപ്പുസിനെ അനുവദിച്ചത്. പാണക്കാട് സാധനങ്ങളാണ് ഇതിൻ്റെ നായകന്മാർ. ഏറ്റവും വലിയ ചോദ്യം ചെയ്യപ്പെടാത്ത നേതൃത്വമാണ് പാണക്കാട് സാദിഖലി തങ്ങളുടെ അദ്ദേഹമാണ് ഇതിന് പ്രസിഡന്റ്. എൻ്റെ ഏറ്റവും ആഖർ കലാം മൂപ്പരുടെ ആണ്. അങ്ങനെയുള്ള പാണക്കാട് തങ്ങന്മാർ ചെറുതൊന്നും വലുതൊന്നും നോക്കാതെ വളരെ ബഹുമാനിച്ചായിരുന്നു ബഹുമാൻ ശംസുൽമ. ഒരിക്കൽ ശംസുൽമ വരാന്തിരിക്കുകയാണ് ജാമ്യന്നൂരിയിൽ. ഒരു കുട്ടി കുടിച്ചുകൊണ്ട് സോപ്പും കൈപിടിച്ച് പോകുമ്പം ആ കുട്ടി അടുത്ത് പിടിച്ചു. മോനെ ആ സോപ്പിനൊക്കെ കയറി നോക്കി. ഇപ്പോൾ കൊടുക്കാൻ മടിച്ചിട്ട് റൂമിൽ പോയിട്ട് പുതിയ സോപ്പ് എടുത്തോളൂ. അപ്പോൾ ശംസുൽ പറഞ്ഞു, മോനെ ഈ സോപ്പാണ് കൊണ്ടത്, നിങ്ങൾ ദേഹത്ത് തേച്ച ആ സോപ്പാണ് എൻ്റെ ദേഹത്ത് തേക്കേണ്ടത്. ആരായിരുന്നു? പാണക്കാട് ഹൈദരലി ശിഹാബ് തങ്ങൾ പഠിക്കുന്ന സമയത്താണ്. അന്ന് പൂക്കോത്തങ്ങളുടെ സമയത്ത് ഹൈദരലി ചെറുതാ, കുട്ടിയെന്നോ വലുതെന്നോ നോക്കാണ്ട് പാണക്കാട് തങ്ങൾ ബഹുമാനിച്ചിരുന്നു. ബഹുമാൻ ശംസുൽമ. അതാണ് നമ്മുടെ നയം. ദാറുൽഹുദയിൽ വീണ്ടും സാദിഖലി തങ്ങൾ പ്രസിഡന്റായപ്പോൾ കുറേ ആൾക്കാർ വാട്സപ്പിലൂടെ പ്രതികരിച്ചു. പാടില്ല, അത് പറ്റില്ല, യോഗ്യനല്ല പറഞ്ഞുകൊണ്ട്. യഥാർത്ഥത്തിൽ നമ്മുടെ നയം യാതൊരു മാറ്റവുമില്ല. പാണക്കാട് സാഹിത്യങ്ങളുടെ നേതൃത്വം തന്നെയാണ്. ചെറുതെന്നും വലുതെന്നും നോക്കാണ്ട് ട്രാൻസ്ഫോമറാണ് കേരളത്തിലെ എല്ലാ വിജ്ഞാന ശാഖകളുടെയും ട്രാൻസ്ഫോമർ പാണക്കാടാണ്. പാണക്കാട് എന്നുള്ള ആഹ്വാനം മാത്രമേ തീരുകയുള്ളൂ. അതിനപ്പുറം എന്ത് കുത്തി പറഞ്ഞാലും നടക്കില്ല. അക്കാര്യമാണ് ഓർമ്മപ്പെടുത്താനുള്ളത്. അതുകൊണ്ട് റഹ്മാനുടെ നയം ഇതാണ്, തുടക്കം നൽകുന്ന നയമാണ്. നയം തിരുത്താൻ സമ്മതിക്കുകയില്ല. അങ്ങനെ തിരുത്താൻ ആഗ്രഹിച്ചെങ്കിൽ ഒരു പ്രസ്താവമല്ലാതെ സ്ഥാപനത്തിൽ മറ്റുണ്ടാവില്ല. അസ്സലാമു അലൈക്കും.